ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ കേസി വേൾഡ്. ഈ വരുന്ന സാറ്റർഡേ ഡിഗ്രി പ്ലംസിന്റെ സെക്കൻഡ് സ്റ്റേജ് എക്സാമിനേഷൻ ആണ് നടക്കാൻ പോകുന്നത്. പിന്നെ ജൂണിൽ തേർഡ് സ്റ്റേജ്. തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നവർ ഫസ്റ്റ് സ്റ്റേജിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ആ ഒരു എന്താണ് ടഫായിട്ട് ആയിരിക്കുമോ എന്നുള്ള ടെൻഷനിലൊക്കെ ഇരിക്കുന്നവരായിരിക്കും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ മൈൻഡിൽ ഇത് ജസ്റ്റ് പാസ്സാവുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിക്കുന്നത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഏറ്റവും സ്ട്രെങ്ത് തോന്നുന്ന, അതായത് നിങ്ങൾക്ക് നല്ലവണ്ണം ബേസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, കാര്യങ്ങൾ അറിയാമെന്ന് തോന്നുന്ന വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഹിസ്റ്ററി ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, അങ്ങനത്തെ GK പോർഷൻസ് ആയിക്കോട്ടെ. പിന്നെ അതിനുശേഷം നമുക്ക് ഏറ്റവും നല്ല സ്കോറിംഗ് തരുന്ന ആള് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് അതിന് വേണ്ടി എന്ന് മാത്രമല്ല GK പോർഷൻസിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇത് നോക്കാം. 21 തൊട്ട് 25 വരെയുള്ള പേപ്പേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യം മനസ്സിലാക്കും. കാരണം ഇത് ഞാൻ പറഞ്ഞ ഒരു സെർട്ടൻ നമ്പർ ഓഫ് ക്വസ്റ്റൻസ് അവർ എന്തായാലും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു റെപ്പറ്റീഷൻ കൊണ്ട് ഉണ്ടാവുന്ന മാർക്സ് നമുക്കൊന്ന് സേഫ് സോണിലാക്കാനാണ് ക്വസ്റ്റൻ പേപ്പേഴ്സ് വെക്കാൻ പറയുന്നത്. സ്റ്റിൽ ഇതില്ലാത്തവരുണ്ടെങ്കിൽ 21 തൊട്ട് 25 മാത്രമല്ല, കുറച്ച് അഡീഷണൽ മെയിൻസിന്റെയും കൂടെ റെഫർ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൽ ME ആണെങ്കിലും ഫുൾ ആണെങ്കിലും എൻ്റെ കയ്യിലുണ്ട്. അതിന്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ കേസി വേൾഡ് ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഒരു പരിധി വരെ നമ്മൾ ഈ പറയുന്ന എന്താണ് ഹോട്ട് ടോപ്പിക്സ് ഒക്കെ പറയുന്നത് എങ്ങനെയാ, പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് റെഫർ ചെയ്തിട്ടാണ് പറയുന്നത് അല്ലെ. ഇതിൽ ഫസ്റ്റ് സ്റ്റേജിൽ നടന്നതിൽ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിരുന്ന കുറേയധികം ഹോട്ട് ടോപ്പിക്സിൽ ഓരോ സബ്ജക്ട് വെച്ചിട്ടുള്ളതിൽ എന്താണ് അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് തന്നെ എടുത്ത് അവർ ചോദിച്ച ഓരോ മേഖലയിൽ നിന്ന് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇനി വരുന്ന ഈ പറയുന്ന സെക്കൻഡ് തേർഡ് സ്റ്റേജിനും ഉപകാരപ്പെടും. കാരണം അവർ അതിൽ ഇനി തൊടാത്ത മേഖലകളുണ്ടെങ്കിൽ അത് ഇപ്രാവശ്യവും തൊടും. ഇപ്പൊ നമുക്കത് പറയാൻ പറ്റില്ല. ഇതില് ഞാൻ കഴിഞ്ഞ വീഡിയോസുകളിലായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു, നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന മാത്സ്, ഇംഗ്ലീഷ് മലയാളത്തിന്റെ മേജർ വൊക്കാബുലറി പോർഷൻസ് എഴുതിയിട്ടുള്ള നോട്ട്സ് അല്ലെ, ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് ഇംഗ്ലീഷിന്റെ, അതുപോലെ തന്നെ മലയാളത്തിന്റെയും കുറച്ച് ചെയ്തിട്ടുണ്ട്. ഇത് പ്യുവർലി വൊക്കാബുലറി പോർഷൻസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോക്കിയിട്ട് ചെയ്തിട്ടാണ് ഓരോ പേപ്പറുകളും. അതായത് 20 മുകളിൽ വേറെ പേപ്പേഴ്സ് നോക്കിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇംഗ്ലീഷിന്റെ ഞാൻ സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമുക്ക് അവസാനത്തെ ഒരു ക്വിക്ക് റിവ്യൂ എന്നുള്ള രീതിയിൽ എക്സാമിന് മുൻപ് നോക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതല്ലാതെ നമുക്ക് മാത്സിനും എന്താണ് ഒരു 20 മാർക്സ് ആണല്ലോ. അപ്പോൾ ഈ മാത്സ് നമ്മൾ പഠിക്കുമ്പോൾ അത് ഷോർട്ട് കട്ട്സിലൂടെ പഠിക്കുന്ന കുറേയധികം പോർഷൻസ് ഉണ്ട്. ഓക്കെ, അതിന് ആ ഒരു മെത്തഡ് ഓഫ് അപ്രോച്ച് ആയിരിക്കും ഏറ്റവും എളുപ്പം. നമുക്ക് ഈ 20 മാർക്സിൽ 20 കിട്ടാന്നുള്ളതല്ല, അവിടെ ഒരു 18 അല്ലെങ്കിൽ ഒരു 17 മാർക്സ് എങ്കിലും വേണ്ടേ. അതിന് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്ന കുറേയധികം ഷോർട്ട് കട്ട്സുകൾ ഉള്ള ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വരുന്ന ഏരിയകളുണ്ട്. ടൈം ആൻഡ് വർക്ക്, സിംപിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ആക്ച്വലി നിങ്ങൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഫോർമുലാസ് ഉണ്ട്. റാങ്ക് തരൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അവിടെ ഫോർമുല അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ചില ഷോർട്ട് കട്ട്സ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഷോർട്ട് കട്ട് വഴി ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ പഠിക്കേണ്ട ഏരിയാസ് മാത്സിന് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നോക്കണം. ഇനി അതല്ലാതെ ഫോർമുലാസ് വെച്ച് നോക്കി പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഫോർമുല ആയിരിക്കും ഏറ്റവും എളുപ്പത്തിൽ അധികം ടൈം എടുക്കാതെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഏരിയാസിന്റെ നിങ്ങൾക്ക് ഒരു ക്വിക്ക് റിവ്യൂ എന്നുള്ള രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സംഭവം തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണത്. ഇതിൽ എസ്പെഷ്യലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ മെൻസറേഷൻ എന്ന് പറയുന്ന സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2D 3D ആയിട്ടുള്ള സംഭവങ്ങളുടെയൊക്കെ ഓരോന്നിന്റെ ഫോർമുല. ഇത് മെൻസറേഷന്റെ മാത്രമല്ല, ഞാൻ കുറെ ഇതിൽ ഇങ്ങനെ ആവറേജ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതുപോലെ തന്നെ നമ്മളുടെ LCM HCF ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണ്ട. നമുക്ക് ഫോർമുല വെച്ചാൽ എഴുതി ചെയ്താൽ, അല്ലെങ്കിൽ ഫോർമുല യൂസ് ചെയ്താൽ എളുപ്പത്തിൽ കിട്ടുന്ന തരത്തിലുള്ള സംഭവങ്ങളുടെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മളുടെ ഇംഗ്ലീഷ് മലയാളം PDF നോട്ട് പ്രൊവൈഡ് ചെയ്ത അതേ ചാനൽ മെമ്പേഴ്സിന് തന്നെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ചാനൽ മെമ്പർഷിപ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ലെവൽ 1 ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ എക്സാമിനും അതുപോലെ ഇനി വരുന്ന എക്സാമിന് ഇതുപോലെ ഞാൻ സോർട്ട് ഔട്ട് ചെയ്ത് നമുക്കൊരു ക്വിക്ക് റിവ്യൂ എന്നുള്ള രീതിയിൽ നോക്കാൻ പറ്റുന്ന PDF നോട്ട്സ് അതിലിടുന്നതായിരിക്കും, ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഫോർമുല ഷീറ്റ് നിങ്ങളുടെ കയ്യിലുള്ളത് എപ്പോഴാണെങ്കിലും നല്ലതാണ്. ഇനി അങ്ങോട്ടുള്ള ഏത് എക്സാമിനാണെങ്കിലും നമുക്ക് ഒരു എന്താ പറയാ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് GKയിൽ ഒരുവിധം നമ്മൾ ഓക്കെ ആണെങ്കിൽ നമുക്കിനിയിപ്പോ അധികം ആ ഒരു നമ്മൾ പ്രതീക്ഷിച്ചൊരു ലെവലിലോട്ട് നമുക്ക് മാർക്ക് എത്താത്തതിന്റെ ഒരു കാരണം ഈ പറയുന്ന മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ആയിരിക്കും. അപ്പൊ അതും കൂടി സെറ്റ് ആക്കിയാൽ പലപ്പോഴും നമ്മൾ കുറച്ചും കൂടെ ഹയർ ലെവലിലോട്ടൊക്കെ എത്തും. അപ്പൊ അതിനെ സഹായിക്കുന്ന ഒരു ഫോർമുല ഷീറ്റാണത്. അപ്പോൾ ഈ ഹോട്ട് ടോപ്പിക്സും ഇംഗ്ലീഷ് മലയാളത്തിന്റെ ഇതൊക്കെ ഞാൻ പറഞ്ഞ ചാനൽ മെമ്പേഴ്സിന് അവൈലബിൾ ആയിരിക്കും. സെക്കൻഡ് ആണെങ്കിലും തേർഡ് സ്റ്റേജ് ആണെങ്കിലും നിങ്ങൾ നന്നായിട്ട് ഈ പറയുന്ന 3 വിഷയങ്ങളും തീർച്ചയായിട്ടും നോക്കുക. നിങ്ങൾക്ക് നല്ല സ്കോറിംഗിലേക്ക് തന്നെ എത്താൻ പറ്റും. നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക, നല്ലോണം വർക്ക്ഔട്ട് ചെയ്യുക, സ്മാർട്ട് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ടൈമിൽ അതാണ് ഏറ്റവും ആവശ്യം. അത് നല്ലവണ്ണം യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കറണ്ട് അഫെയർ ഓറിയന്റഡ് ആയിട്ട് എന്താണ് അവർ കൂടുതൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫസ്റ്റിൽ വലിയ ലെവലിലൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ സെക്കൻഡിലും തേർഡിലും ഒക്കെ സാധ്യതയുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഫസ്റ്റിൽ ടച്ച് ചെയ്തിട്ടില്ല, പക്ഷേ സെക്കൻഡിലും തേർഡിലും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ആ ടോപ്പിക്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നല്ല സ്ട്രെങ്ത്തിൽ നോക്കുക. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു ലെവലിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും. യാതൊരു ഡൗട്ടും ഇല്ല. നിങ്ങൾ നിങ്ങളെ തന്നെ സംശയിക്കാതിരിക്കുക. ബാക്കിയെല്ലാം വരുന്ന പോലെ നമുക്ക് കിട്ടുന്ന ചോദ്യപേപ്പർ എങ്ങനെയാണോ അതിനെ കൂളായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ മറന്നു പോകാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത്
നോട്ടാക്കി തരുന്നത് നമുക്ക് എക്സാമിന്റെ ലാസ്റ്റ് മൊമെന്റിലാണെങ്കിലും നമുക്കൊന്ന് എന്ത് ചെയ്യാൻ പറ്റും, റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഓരോ ബുക്കിന്റെ പേജും പരതണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിന് എക്സാമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എങ്കിൽ ക്വസ്റ്റൻസ് ആണെങ്കിലും അല്ലാത്താണെങ്കിലും ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൂടെ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ളതിനാണെങ്കിലും ഞാൻ പറയുന്നു, PYQ നിങ്ങൾ നല്ലവണ്ണം റെഫർ ചെയ്തോളൂ. ഫസ്റ്റ് സ്റ്റേജിലും PYQ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, IT അങ്ങനത്തെ കുറേ അധികം സംഭവങ്ങൾ ഇന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, PYQ കൺസേൺ ആയിട്ട് പഠിക്കുമ്പോൾ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളും പഠിക്കണം. വെറുതെ ആ ചോദ്യം മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, അതിനോട് കൺസേൺ ആയിട്ടുള്ള ടോപ്പിക്കും പഠിക്കണം. അപ്പോഴേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെ പഠിക്കുമ്പോൾ അതിന് നമ്മൾ എന്താണ് ആ മേജർ പോർഷൻസ് ഒക്കെ കവർ ആവുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ പലരും ചെയ്യുന്നത്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഫുൾ സിലബസ് കവർ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇതായിരിക്കും പലരും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.